പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുട്ടികളൊക്കെ ഈ ആശംസ ഇപ്പൊ കാണാതെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ചില കുട്ടികൾ അച്ഛന്റെ കൂടെ പറയുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാരച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ഈശോയുടെ നാമത്തിൽ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ഉപവാസമെടുത്ത് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ സംബന്ധിക്കുന്നവരുടെ ഓരോ നിയോഗങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്ന നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ പുതിയ തലമുറയിൽ അനേകം പേർക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പം നല്ല സാക്ഷ്യങ്ങൾ, നല്ല അനുഭവങ്ങൾ, അങ്ങനെ നല്ല വചനങ്ങൾ, അങ്ങനത്തെ ഓരോ എപ്പിസോഡ് നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അയച്ചു കൊടുക്കണം, കാണാൻ വേണ്ടി പറയണം, എന്നിട്ട് വെൽക്കം ചെയ്യണം. ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് ആൾക്കാരെ വെൽക്കം ചെയ്യുക വലിയൊരു ശുശ്രൂഷയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ശുശ്രൂഷ തുടക്കത്തിൽ തന്നെ നല്ലൊരു ഗാനം, അതൊരു വചനം ഗാനമായിട്ട് പാടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വചനങ്ങൾ അത് പാട്ടിൻ്റെ രൂപത്തിൽ പാടിയാൽ ഒരു ഇരട്ടി അഭിഷേകം വ്യാപരിക്കുന്ന കണ്ടിട്ടുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നതിന് വചനം നിങ്ങൾക്കറിയാം, ആപത്തോ പട്ടിണിയോ നഗ്നതയോ എന്ത് വന്നാലും ശരി ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കും. പറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവർക്കും അങ്ങനത്തെ ഒരു അഭിഷേകം കർത്താവ് പ്രത്യേകം പ്രദാനം ചെയ്യും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പിന്നെ എല്ലാവരും സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഈ ഒരു അഭിഷേകം കയറുമ്പോൾ ഞങ്ങൾക്ക് തരണം. കർത്താവ് ഈ സമയത്ത് അങ്ങ് തരാനിരിക്കുന്നത് എന്തോ അത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. കർത്താവ് റെഡിയാണെന്ന് പറഞ്ഞാൽ കർത്താവ് അപ്പം തന്നെ നമുക്കൊരു വലിയ കൃപ ചൊരിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് സ്വർഗ്ഗത്തെ ഞങ്ങളെ നോക്കി കാണണമേ. കർത്താവേ, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അവിടുത്തെ സ്വർഗീയ അഭിഷേകം, കൃപയുടെ അഭിഷേകം, കർത്താവേ അഗ്നി അഭിഷേകം, അഭിഷേകാഗ്നി വ്യാപരിക്കട്ടെ. മഴ പൊടിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. കൈകളടിച്ച് വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. വിൺമഴ പൊടിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ. വലിയ സന്തോഷത്തോടെ ആത്മമാരിയായി നനച്ചിടണേ, ആത്മശക്തിയായി കരുത്തേകണേ. ആത്മമാരിയായി നനച്ചിടണേ, ആത്മശക്തിയായി കരുത്തേകണേ. വിളവെടുപ്പിൻ കാലമല്ലോ, നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലോ,
കൈകൾ ഉയർത്തി. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. പൊടിച്ച് ആസരെ നനച്ച് വിളവെടുത്തിടമേ ആത്മാവേ. കൈയടിച്ച് വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് പലമേകീടണേ ആത്മാവേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ. ശത്രുവാകുന്ന പിശാചിനെതിരെ വാളെടുത്ത് വെട്ടാൻ തക്കവിധം കർത്താവേ നീതിയുടെ പോർച്ചകൾ ധരിച്ച് കർത്താവേ ശത്രുവിനെ യുദ്ധം ചെയ്യാൻ തക്കവിധങ്ങൾ അഭിഷേകം ചെയ്യണമേ. ജീവിതത്തിന് അനുദിന സാഹചര്യങ്ങളിൽ കർത്താവെ പാപത്തോട് പൊരുതി പാപത്തോട് പടവെട്ടി വിജയിക്കാൻ തക്കവിധം ദൈവകൃപ ഓരോരുത്തരിലും നിറയണം. സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാം. നീതിതൻ പോർച്ചണ്ട ധരിച്ചിടാം. സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാം. വചനത്തിൻ വാളെടുത്തു വീശിടാം. തിന്മകളെ വെട്ടിയെറിഞ്ഞിടാം. വചനത്തിൻ വാളെടുത്തു വീശിടാം. തിന്മകളെ വെട്ടിയെറിഞ്ഞിടാം. വിളവെടുപ്പിൻ കാലമല്ലോ നൂറുമേനി വിളയാൻ ഫലമേകളെ. വിളവെടുപ്പിൻ കാലമല്ലോ ഫലം ചൂടി നിൽക്കാൻ കൃപയുയർത്തി. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടാം. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. വിൺമഴ പൊടിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീർച്ചാലു തെളിച്ച് ഫലമേകീടണേ ആത്മാവേ. പൊടിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീർച്ചാലു തെളിച്ച് പരിശുദ്ധാത്മാവേ. ദാഹിച്ചു വിളിക്കുന്ന പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തി വിളിക്കുന്ന ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഓരോരുത്തരും തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, സഹായകനായ പരിശുദ്ധാത്മാവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, വിളിച്ചപേക്ഷകൾ ഉപേക്ഷിക്കാത്ത പരിശുദ്ധാത്മാവേ, വഴി പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവേ, വഴി തെളിച്ചു തരുന്ന പരിശുദ്ധാത്മാവേ, സത്യത്തെക്കുറിച്ച് ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവേ, നീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവേ, പശ്ചാത്താപം നൽകുന്ന പരിശുദ്ധാത്മാവേ, വചനം പഠിക്കാൻ ക്രമം നൽകുന്ന പരിശുദ്ധാത്മാവേ, യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ ശക്തിപ്പെടുന്ന പരിശുദ്ധാത്മാവേ, രക്തസാക്ഷികളെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, വിശുദ്ധരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തി വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വലിയ സന്തോഷത്തോടെ ഈശോയുടെ മുൻപിൽ, വചനത്തിന് മുൻപിൽ നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ആത്മീയതയിൽ വളരുമ്പോൾ ഇതില്ലാതെ പോകരുത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൗകിക മനുഷ്യനുണ്ട്, ആത്മീയ മനുഷ്യനുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ആത്മീയ മനുഷ്യൻ്റെ പ്രത്യേകതകളുണ്ട്. ലൗകിക മനുഷ്യൻ്റെ പ്രത്യേകതകളുമുണ്ട്. നമ്മൾ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ എവിടെയാണെന്നും നമ്മുടെ അവസ്ഥ എന്താണെന്നും, നമ്മൾ ലൗകിക മനുഷ്യനാണോ അതോ ഒരു ആത്മീയ മനുഷ്യനാണോ എന്ന് പരിശോധിച്ചറിയണം. ദൈവാത്മാവ് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ചറിയും. വചനം വെച്ച് നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചറിയണം. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാത്മീയ മനുഷ്യന് പല പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ തെളിഞ്ഞു വരും. ഒരാത്മീയ മനുഷ്യൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, ദേവാലയത്തിൽ പോകും, സഭയോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ഒരാത്മീയ മനുഷ്യനെക്കുറിച്ചുള്ള ഒരുപാട് നല്ല കാഴ്ചപ്പാടുകൾ ഈ വചനം കേൾക്കുന്ന ഓരോ അവസ്ഥയിൽ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ നല്ല കാഴ്ചപ്പാടുകളുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അത് ശരി തന്നെയാണ്, അത് തെറ്റൊന്നുമല്ല. എന്നാൽ വചനത്തിൽ ഒരാത്മീയ മനുഷ്യൻ്റെ ചില പ്രത്യേകതകൾ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെല്ലാം ശരി തന്നെയാണ്, എന്നാൽ ഇതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കയറി വരാൻ പരിശുദ്ധാത്മ സഹായത്താൽ നമ്മൾ പരിശ്രമിക്കണം. ഒരാത്മീയ മനുഷ്യൻ്റെ പ്രത്യേകതയായി ദൈവാത്മാവിനാൽ പ്രേരിതനായി വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഒരാത്മീയ മനുഷ്യൻ വീണ് പോയവരെ സൗമ്യതയോടുകൂടെ വീണ്ടെടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ കാണുന്നത് ഗലാത്യ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുവചനത്തിലാണ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 6:1. വചനം നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഒരു ആത്മീയ മനുഷ്യന്റെ പ്രത്യേകതയായി പൗലോസ്ലീഹ പറയുന്നത്, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്ന് താഴേക്ക് വീണു പോയാൽ, പാപത്തിലാകാം, ചില പൈശാചിക പ്രശ്നങ്ങളിലാവാം, വിശ്വാസത്തിൻ്റെ കാര്യത്തിലാകാം, ഭൗതിക മണ്ഡലത്തിലുമാകാം. അങ്ങനെ വീണ് കിടക്കുന്ന ഒരാളെ കണ്ടാൽ, ഒരാത്മീയ മനുഷ്യനാണെങ്കിൽ, ശരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പിന്നെ മുന്നോട്ട് അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല. പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല സമരാന്റെ ഉപമയിൽ ചില വ്യക്തികൾ കടന്നു പോയതും പുറകെ വന്ന വ്യക്തികൾ രക്ഷിച്ചതുമായ ചില സംഭവങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഒരാൾ ആത്മാവിൽ വളരുമ്പോൾ, ആത്മീയതയിൽ വളരുമ്പോൾ, അയാൾ കണ്ടു തുടങ്ങുന്ന ലക്ഷണമെന്ന് പറയുന്നത്, അയാൾക്ക് തനിക്ക് ചുറ്റും വീണ് കിടക്കുന്ന ആത്മാക്കളെ കാണാതെ കണ്ടില്ലെന്ന് അടിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബൈബിളിൽ യോഹന്നാൻ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ സമരിയാക്കാരി, എന്താ സമരിയാക്കാരുടെ പ്രത്യേകത? അവൾ ഈശോയെ ആദ്യത്തെ കാഴ്ചയിൽ നല്ല ലക്ഷണമൊത്ത ഒരു ചെറുപ്പക്കാരനായിട്ട് കാണുന്നു. പിന്നെ പതുക്കെ അവൾ ആത്മീയത്തിൽ വളരുകയാണ്. 1-ാം ക്ലാസ്സിൽ നമ്മൾ വേദപാഠം പഠിച്ച് ഇങ്ങനെ കയറി വരുന്നത് പോലെ, അല്ലെങ്കിൽ പിന്നെ പൗലോസ് വന്ന ആരത്തിൽ നിങ്ങൾ പാല് കുടിച്ച് പിന്നെ കട്ടിയുള്ള ആഹാരം എന്ന് പറയുന്നത് പോലെ, അങ്ങനെ സമരിയാക്കാരി ഈശോയെ ഒരു ഗുരുവായിട്ട് കാണുന്നു.
പ്രവാചകനായിട്ട് കാണുന്നു. അവസാനം മിശിഹ, അഭിഷിക്തൻ, കർത്താവ്, ക്രിസ്തുവായിട്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവൾ ആത്മീയമായി വളർന്ന് ജീവജലത്തിൻ്റെ അരുവിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു അവസ്ഥയിലേക്ക് അവൾ വന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവാരാധനയുടെ വലിയ കാഴ്ചപ്പാടുകൾക്ക് മനസ്സിലായി. അവൾ ആത്മീയമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ അടുത്ത ശരീരത്തിൻ്റെ സംസാരവുമായി വരുന്നവള് പതുക്കെ പതുക്കെ വന്ന് ആത്മീയമായിട്ട് മാറ്റപ്പെടുകയാണ്. അങ്ങനെ മാറ്റപ്പെട്ട അവൾ ചെയ്ത കാര്യം എന്താ? ഉടനെ തന്നെ തനിക്ക് ചുറ്റുമുള്ളവരിൽ താൻ മൂലം വീണവരെയും അല്ലാതെ വീണ് കിടക്കുന്ന ഒരു പറ്റ മനുഷ്യരെ കൈപിടിച്ചുയർത്തി ഈശോയുടെ അടുക്കിലേക്ക് വരുന്ന സുന്ദരമായ കാഴ്ചയാണ് യോഹന്നാൻ അവിടെ അവതരിപ്പിച്ചു വെക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വചനം കേട്ടു, നമ്മൾ ധ്യാനം കൂടി, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ മാനസാന്തരപ്പെട്ടു, നമ്മുടെ കടബാധ്യത മാറി, നമ്മുടെ രോഗം മാറി, നമ്മുടെ പാപം മാറി, നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു. നമ്മളിപ്പോൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. പണ്ട് ജപമാല ചൊല്ലുകയായിരുന്നു, ഇപ്പം 4-5 ജപമാല ചൊല്ലുന്നുണ്ട്, യാമപ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന മുടക്കുന്നില്ല, ആഴ്ചയിൽ കുമ്പസാരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴും പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. സ്വർഗത്തിന്റെ അളവുകോലും മനുഷ്യന്റെ അളവുകോലും രണ്ടും രണ്ടാണ്. സ്വർഗത്തിന്റെ അളവുകോലും മനുഷ്യന്റെ അളവുകോലും രണ്ടും രണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിളിൽ ഒരുപാട് തവണ ആവർത്തിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ കാണുന്നത് പോലെ അല്ല കർത്താവ് കാണുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി ആത്മീയനായി മാറുന്നതിൻ്റെ ഒരടയാളം എന്ന് പറയുന്നത്, വീണ് കിടക്കുന്ന മനുഷ്യനെ കണ്ടാൽ അവന് കൈ കൊടുക്കാതെ, അവനെ എഴുന്നേൽപ്പിക്കാതെ, പാപത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അവനെ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് സഹായിച്ച് യേശുവിലേക്ക് എത്തിക്കാതെ പോകാൻ എങ്ങനെ കഴിയും? ബൈബിളിൽ മാനസാന്തരപ്പെട്ട ഓരോ വ്യക്തികളുടെ ചരിത്രം അതല്ലേ. പൗലോസ്ലീഹ ഒരു കാലത്ത് ക്രിസ്ത്യാനി എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ അനേകം പേരെ കൊന്ന് തീർമാനാക്കിയ ആളാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനേകം പേരെ യേശുവിലേക്ക് എത്തിക്കില്ലേ? അനേകം പേരെ യേശുവിലേക്ക് എത്തിച്ചില്ലേ? പണ്ട് കൊന്ന അതേപോലെ ആൾക്കാർ ഉയർപ്പിച്ചില്ലേ? അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 4-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 8 വേഴ്സ് 4, നീ അവരോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, വീണവൻ എഴുന്നേൽക്കുകയില്ലേ? വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വിലാപമാണ്. വീണ് കിടക്കുന്ന 10,000 കണ്ടിട്ട് കർത്താവ് സ്വർഗം വിലപിക്കുകയാണ്, അവരെഴുന്നേൽക്കാതിരിക്കുമോ? അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകനെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ എന്ന് ചോദിക്കുന്നത് പോലെ ചോദ്യമാണ്. ഇവർ എഴുന്നേൽക്കുകയല്ലേ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. ഒരാൾ ഹോസ്പിറ്റലിൽ വയ്യാണ്ട് മരണത്തോട് അടുത്ത് കിടക്കുമ്പോൾ ചിലപ്പോൾ ഞാനങ്ങ് അഭിമുഖീകരിച്ചിട്ടുണ്ട്. മക്കളൊക്കെ ചോദിക്കും, അറിയാം, അച്ഛാ എൻ്റെ പപ്പ തിരിച്ചു വരില്ലേ? എൻ്റെ പപ്പ കട്ടിലേന്ന് എഴുന്നേക്കില്ലേ എന്ന് പറയുന്ന പോലെ ദൈവം ചോദിക്കുകയാണ്, വീണവൻ എഴുന്നേക്കാൻ തിരിക്കുമോ? വഴി തെറ്റാൻ മടങ്ങി വരാതിരിക്കുമോ? പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മിക്കായുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 8-ാം തിരുവചനം നമുക്ക് വായിക്കാം. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, വീണാലും ഞാൻ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു നോക്കുക, ഏത് വീണ് കിടക്കുന്ന മനുഷ്യൻ്റെയും ആഗ്രഹം എന്നാ? എഴുന്നേക്കണം. അത് ചിന്തിച്ചു നോക്ക്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴി ചെന്ന് തെന്നി വീണ്, എന്താ നമ്മുടെ ചിന്ത? എന്തായാലും വീണു, ഇനിയിപ്പോൾ ഇവിടെ തന്നെ കിടന്നേക്കാം. അങ്ങനെയല്ലല്ലോ, എങ്ങനെയെങ്കിലും വേഗം എഴുന്നേക്കണം. അപ്പോൾ എഴുന്നേക്കാൻ പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ വന്ന് സഹായം കൊടുക്കും, ഒരു കൈ കൊടുക്കും, അല്ലേ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കും. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണു, പെട്ടെന്ന് വന്ന് ബാക്കിയുള്ള എഴുന്നേൽപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 21-22 തിരുവചനങ്ങൾ. ധനവാൻ കാലിടറിയാൽ സ്നേഹിതന്മാർ താങ്ങും, പാവപ്പെട്ടവർ വഴുതിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും, ധനികന് കാൽപ്പിഴച്ചാൽ വളരെ പേർ സഹായിക്കും. അവൻ പറയുന്ന അനുചിതമായാലും
അവർ ന്യായീകരിക്കും. എളിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒരു കണക്കിന് നോക്കുമ്പോൾ ശരിയാ വചനം അല്ലേ? ധനവാൻ കാലെറിയാലും വീണാലും താങ്ങിക്കൊടുക്കാനും തപ്പ് കൊട്ടാനും ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ദരിദ്രൻ പാവപ്പെട്ട വീണാൽ താങ്ങാൻ ആരുമില്ല. കളിയാക്കി ചിരിക്കാൻ ഒരുപാട് പേര്. Praise the Lord. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമെന്ന് പറയുന്നത് ഇങ്ങനെ വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമെന്നുള്ളതാണ്. ആമോസിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ ഭവനം വീണുപോയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അവൾ സ്വദേശത്ത് പരിത്യക്തയായി കിടക്കുന്നു, അവളെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. ദൈവത്തിന്റെ വിലാപമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ചല്ല, മറിച്ച് ദൈവജനത്തെ കുറിച്ചാണ്. അനേകം പേര് വീണ് കിടക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 10-13 തിരുവചനങ്ങൾ. കർത്താവ് താൻ ശുശ്രൂഷ എന്ന സ്ഥലത്ത് ഒരു കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, ശാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് ശാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, ഉടനെ സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലൊരു ആടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവികളോ അത് കുഴി വീണ് തളർന്ന് കിടക്കുന്നവർ ആരാണ് അതിനെങ്ങനെയെങ്കിലും കയറ്റിയെടുക്കാത്തത്? എന്നിട്ട് ഈശോ പറയുക, അതിനേക്കാൾ എത്രയോ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റും പലതരത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നമ്മുടെ ചങ്ക് പടയണം, വേദന തോന്നണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 3-4 തിരുവചനങ്ങൾ. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നെന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരൻ എത്ര കൃത്യമായിട്ടാണ് വചനം. അതായത് ഒരാൾ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവന് ശാസിക്കണം, വഴക്ക് പറഞ്ഞാൽ തിരുത്തണം, തിരുത്തിക്കൊണ്ടോ ഒക്കെ ചെയ്യണം. 7 പ്രാവശ്യം തെറ്റിയത് 7 പ്രാവശ്യം വന്നാൽ സോറി ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കണം. അത് കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലന്മാരെ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി ആത്മീയ മനുഷ്യനാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് വീണുപോയ അനേകരെ അവൻ എഴുന്നേൽപ്പിക്കും. വീണുപോയ അനേകരെ അവൻ എഴുന്നേൽപ്പിക്കും. ജോബിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 3-4 തിരുവചനങ്ങൾ. നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. ജോബ് നീതിമാനായിരുന്നു എന്ന് വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നു. ജോബ് സഹനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പിടിച്ചെന്ന വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എനിവേ ജോബ് ദൈവഭക്തിയിൽ അതുപോലെ മുൻപിട്ട് നിൽക്കുന്ന ഒരാളാണ്. അവന് ആത്മീയ മനുഷ്യനാണ്. ആ ആത്മീയ മനുഷ്യനായ ജോബിനെ കുറിച്ച് ബൈബിൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ള എത്രയോ ജീവിതങ്ങൾ ഞാൻ ഓർക്കാണ്. ഈ അഭിഷേകാന്തി പോലെ തന്നെ നമ്മുടെ കുഞ്ഞ് എപ്പിസോഡിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്കുള്ള ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ വരുന്നത്. ആ ടോക്കിൽ ഓരോ വചനങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ, എത്രയോ മനുഷ്യരെന്ന് എൻ്റെ അച്ഛാ തകർന്നു പോകുന്ന സമയത്താണ് ആ വചനം പറഞ്ഞ താങ്ങി നിർത്തുകയെന്ന്. എൻ്റെ ആകെ 2-4 മിനിറ്റിന് ടോക്കാണ് പറയുന്നത്. എന്നാൽ ഇതുപോലെ നമ്മുടെ ഉള്ള ചുറ്റും ജീവിതങ്ങൾ, എൻ്റെ സഹോദരങ്ങളെ, മനസ്സ് തകർന്നിരിക്കുന്നവരെ ഞാനൊന്ന് താങ്ങി നിർത്തേണ്ട വാക്കുകൾ കൊണ്ട്. ദുർബല പാദങ്ങൾക്ക് ഇനി മടുത്തു, പ്രാർത്ഥന വേണ്ട, നിരാശ, മരിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് തകർന്നിരിക്കുന്ന പാദങ്ങൾക്ക് ഇനി ഞാൻ പരീക്ഷ എഴുതുന്നില്ല, മനം നിർത്തി, എനിക്ക് ദൈവം വേണ്ട, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് മുമ്പോട്ട് പോണ കരുത്ത് നീ കൊടുക്കണ്ടേ, അനേകരെ ഉപദേശിക്കണ്ടേ, തകർന്നുപോയ കരങ്ങളെ ശക്തിപ്പെടുത്തണ്ടേ. പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ മനുഷ്യനാകുന്നതിൻ്റെ ഒരു തെളിവാണ് അനേകരെ ഉയർപ്പിക്കും, അനേകരെ വീണ്ടെടുക്കും. കർത്താവിൻ്റെ മുൻപിൽ
കാരുണ്യവാനായ നമ്മുടെ ഈശോയുടെ മുമ്പിൽ, ഒരപ്പൻ്റെ മുൻപിൽ മക്കൾ എന്നതുപോലെ സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ആത്മീയ കാര്യങ്ങളും മാത്രമല്ല, ഭൗതിക കാര്യങ്ങളിലും വീണ് കിടക്കുന്നവനെ കണ്ടാൽ അവനെ എഴുന്നേൽപ്പിക്കുന്നവനാണ് കർത്താവ്. ഈശോ പാലസ്തീനയുടെ പരിസര പ്രദേശങ്ങളിൽ കടന്നു പോയപ്പോൾ കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തിയ ദൈവം, തർവാതി രോഗിയെ കണ്ടിട്ട് കടന്നു പോകാത്ത ദൈവം, അന്ധൻ്റെ നിലവിളി കേട്ട് നിന്ന ദൈവം, ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ പോയ മനുഷ്യൻ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവമാണ്. ഏത് കാര്യത്തിൽ ഈശോ ഇടപെടാതിരിക്കുകയല്ല. വിധവയുടെ ദുഃഖം കാണുന്ന കർത്താവ്, രക്തസ്രാവിക്കാരുടെ വേദന മനസ്സിലാക്കുന്ന കർത്താവ്, കുഷ്ഠരോഗിയുടെ ആത്മനൊമ്പരം മനസ്സിലാക്കുന്ന ദൈവം, അതേ ഈശോയാണ്. പ്രിയപ്പെട്ട ദൈവവാദിയിൽ സമയത്ത് രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പകലേക്ക് നന്നായി ഉയർത്തിപ്പിടിക്കണം. അതേ ഈശോ ഇപ്പോൾ ഓരോരുത്തരെ ആശീർവദിക്കും, ഓരോരുത്തരെ അനുഗ്രഹിക്കും. അനേക രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. ഓരോരുത്തരെ പ്രാർത്ഥിക്കുകയാണ്, ഓരോരുത്തരെ കർത്താവിനെ സ്തുതിക്കുകയാണ്, ഓരോരുത്തരെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, നിങ്ങളുടെ സ്വരം ഈശോ കേൾക്കുമാറ് ഉച്ചത്തിൽ വിളിക്കട്ടെ. വീട്ടിലാണെങ്കിലും റൂമിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, വലിയൊരു സമൂഹത്തോട് കൂടിയാണ് ആരാധിക്കുന്നത്. ആരാധിക്കുന്ന സമൂഹത്തിൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാകും. അനേക ശതാബ്ദത്തിന് വർഷങ്ങളായി ഇതേ ശുശ്രൂഷ അനേകം സുഖപ്പെടുത്തിയ കർത്താവ്, അനേക കുടുംബങ്ങളെ രക്ഷിച്ച കർത്താവ് കരങ്ങൾ ഉയർത്തി ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, പ്രിയ ബഹുമാനപ്പെട്ട സേവകർ പട്ടാച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ തിരുസഭയോട് ചേർന്ന് നിന്ന് ആത്മപാലകരുടെ കൂട്ടായ്മയിൽ ഓ കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കണമേ. രോഗപീഠകൾ, പൈശാചിക പീഡകൾ, ബന്ധനങ്ങൾ, ആധിപത്യങ്ങൾ, തകർച്ചകൾ, നാളുകളായിട്ട് ശരീരത്തെ കെട്ടിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ, രോഗപ്പെട്ട ആധിപത്യങ്ങൾ യേശു നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞ് നിത്യാന്തിൽ നിബുദ്ധിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ അഴിയട്ടെ. അവരുടെ ശക്തി പുറപ്പെട്ട അനേകരെ സുഖപ്പെടുത്തി ഇപ്പോൾ ഇവിടെ ഈ നിമിഷം യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഉയർത്തി വിളിച്ചിട്ട് ഈശോയെ, യേശുവേ